കേണൽ രാജീവ് മണാലി പട്ടത്തുള്ള SUT മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യരംഗത്തെ ചെലവ് ചുരുക്കലിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും പല വേദികളിലും ആരോഗ്യരംഗത്തെ ചെലവിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. മിക്കവാറും ഡിസ്കഷൻ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അന്യായമായ ലാഭേച്ഛയ്ക്ക് വേണ്ടി ചെലവ് കൂട്ടുന്നു എന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കി വയ്ക്കാറുള്ളത്. ഈ ഒരു സംഗതിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യരംഗത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മാത്രമാണോ കുറ്റവാളികളായി നമ്മൾ കാണേണ്ടത്? വേറെ ആരെങ്കിലും ഉണ്ടോ? എവിടെയൊക്കെയാണ് ഒരാശുപത്രിയിൽ ചെലവ് കൂടുന്നത്? ആ ചെലവുകളൊക്കെ കുറയ്ക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം? എങ്ങനെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ചെലവ് ചുരുക്കിക്കൊണ്ടുവന്ന് ഒരു സാധാരണക്കാരന് പ്രാപ്യമായ രീതിയിലേക്ക് അതെത്തിക്കാം? ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു ആശുപത്രിയുടെ ചെലവിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഹ്യൂമൻ കോസ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് അത് കുറയ്ക്കാൻ സാധിക്കാറില്ല സാധാരണ, കാരണം അത് കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് വേറെ പല കൺസിഡറേഷൻസും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. രണ്ടാമത്തത് ഡോക്ടേഴ്സ് കോസ്റ്റ്. ഡോക്ടേഴ്സ് കോസ്റ്റും ഈ ഹ്യൂമൻ റിസോഴ്സസ് കോസ്റ്റും അത് പല ഫാക്ടേഴ്സ് അത് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് അത് ചുരുക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇനി എവിടെയൊക്കെയാണ് ചിലവ് ചുരുക്കാൻ പറ്റുന്നത്? എവിടെയൊക്കെയാണ് അന്യായമായ രീതിയിൽ ചിലവുകൾ ആശുപത്രികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതെന്നും കൂടെ നമുക്കൊന്ന് കാണാം. ആശുപത്രികളെ കുറ്റം പറയുമ്പോൾ, കുറ്റം പറയരുതെന്ന് ഞാൻ പറയുന്നില്ല, കുറ്റം പറയണം. കുറ്റം കണ്ടാൽ കുറ്റം പറയണം. പക്ഷേ ചിലവ് മിക്കവാറും വരുന്നത് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഡിവൈസസ്. ഒരു എക്യുപ്മെൻ്റ് ഒരു ഹോസ്പിറ്റൽ വാങ്ങിക്കുകയാണെങ്കിൽ 7-10 വർഷത്തിനുള്ളിൽ അത് ലൈഫ് സൈക്കിൾ ഇല്ലാതെ പുറകോട്ട് പോവുകയാണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ആവശ്യമായി വരുന്നു. ഞാൻ ഉദാഹരണത്തിന് ഇന്നലെ എൻ്റെ മുമ്പിൽ വന്നൊരു കാര്യം പറയാം. ഞങ്ങളുടെ MRI 1.5 ടെസ്ല MRI അത് ഏതാണ്ട് 10 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇന്ന് ഒരു MRI വാങ്ങണമെങ്കിൽ ഏതാണ്ട് ഒരു 5 കോടി, 5-6 കോടിക്കും ഇടയ്ക്ക് ചിലവ് വരും. ഈ വർഷം വരെ ആ MRIയുടെ CMC കോസ്റ്റ്, കോംപ്രിഹെൻസീവ് മെയിൻ്റനൻസ് കോസ്റ്റ് 36 ലക്ഷം ചില്ലുവാനുമായിരുന്നു. ഇന്നലെ ഒരു മെയിൽ വരികയാണ് എൻ്റെ ബയോമെഡിക്കൽ എഞ്ചിനീയർക്ക്, ഈ വർഷം 36 എന്നുള്ളത് ഞങ്ങൾ 78 ആക്കുന്നു. കാരണം എന്താണ്? ഹീലിയം എന്ന് പറയുന്ന ഗ്യാസ്, ആ ഗ്യാസാണ് MRIയിൽ യൂസ് ചെയ്യുന്നത്. ആ ഗ്യാസ് കിട്ടാനില്ല. അതുകൊണ്ട് ഇതിൽ കുറയ്ക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതായത് ഒരൊറ്റ വർഷം കൊണ്ട് ഏതാണ്ട് 45 ലക്ഷം രൂപ ഒരു എക്യുപ്മെൻറ്റിൻ്റെ, ഒരൊറ്റ എക്യുപ്മെൻറ്റിൻ്റെ മാത്രം മെയിൻ്റനൻസിൽ കൂടുകയാണ്. ഇതെവിടുന്ന് വരും? ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് മിക്ക എക്യുപ്മെൻറ്റ്സിൻ്റെയും വിലയും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും. മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കൂടെ എന്ത് കേടുപാട് വന്നാലും അതിൻ്റെ സ്പെയർ പാർട്സും കൂടെ മാറ്റാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ കോംപ്രിഹെൻസീവ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഒരു ആശുപത്രിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ഈ എക്യുപ്മെൻറ്റിനും എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസിനുമാണ്. അവിടെ നമ്മുടെ സർക്കാരുകൾ ആശുപത്രികളെ സഹായിക്കുമെങ്കിൽ ഈ എക്യുപ്മെൻറ്റ് കോസ്റ്റിന് ഒരു അപ്പർ ലിമിറ്റ് വയ്ക്കുകയോ
എന്തെങ്കിലും ഒരു കൺട്രോൾ ഇതിൽ കൊണ്ടുവരികയോ ചെയ്യുകയാണെങ്കിൽ ആശുപത്രികൾക്ക് വളരെയധികം ചിലവ് ചുരുക്കാൻ സാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ഈ വിഭാഗത്തിനാണ്. രണ്ടാമത്തത് ഫാർമസ്യൂട്ടിക്കൽസ്. ചില ഫാർമസ്യൂട്ടിക്കൽസിന് പ്രോഡക്ട്സിന് കൺട്രോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെൻറ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതെല്ലാം മിക്കവാറും ലൈഫ് സേവിങ് ഡ്രഗ്സാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഡോളോ പോലും അതിൻ്റെ ചിലവ് നോക്കുകയാണെങ്കിൽ അത് കൂടുതലാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെയൊക്കെ വില നിയന്ത്രിക്കാൻ സാധിക്കുമോ? ജനറിക് ഡ്രഗ്സിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്താൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ചിലവ് ഇനിയും ചുരുക്കാം. ഈ ഫാർമസ്യൂട്ടിക്കൽസും എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഡിവൈസസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന ചിലവ് ഫാർമസ്യൂട്ടിക്കൽസാണ്. ഫാർമസ്യൂട്ടിക്കൽസിലും ഇതുപോലെ തന്നെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഈ ഹോസ്പിറ്റൽസിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ടാരിഫിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഈ രണ്ട് സംഗതികളും കൂടെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ചിലവ് തീർച്ചയായിട്ടും ചുരുക്കാം. പിന്നീട് ഒരു ഹോസ്പിറ്റൽ റണ്ണിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന, നമ്മൾ പലപ്പോഴും വിസ്മരിക്കാറുള്ള ആസ്പെക്ട്സാണ് ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ. ഇലക്ട്രിസിറ്റി ബിൽ ഈ കഴിഞ്ഞ ഒരു വർഷം തന്നെ എത്ര പ്രാവശ്യം കൂടി, എന്ത് തോതിൽ കൂടി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇവിടെയൊക്കെ ഒരു നിയന്ത്രണം ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ മാസം, ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുകയാണെങ്കിൽ ഒരു 18 തുടങ്ങി 24 ലക്ഷം വരെ കാലാവസ്ഥ അനുസരിച്ച് ഇലക്ട്രിസിറ്റിയുടെ ബില്ല് മാറിക്കൊണ്ടിരിക്കും. 24 ലക്ഷം രൂപ ഒരു മാസം. ഇതെവിടുന്നും ഇതും വരണ്ടേ? അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഈ ഇലക്ട്രിസിറ്റി കൂട്ടി സാധാരണക്കാരന് മേൽ അതൊരു അധിക ഭാരമാണെന്ന് പറയുന്ന പോലെ എല്ലാവരെയും ബാധിക്കുകയാണ്. ഇത് ഹോസ്പിറ്റലുകളെയും ബാധിക്കും, ബാക്കിയുള്ളവരെയും ബാധിക്കും. അപ്പോൾ ഈ ഏരിയാസിലൊക്കെ കുറേയും കൂടെ ഒരു നിയന്ത്രണം നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ ഇടങ്ങളിലും ചിലവ് നമുക്ക് ചുരുക്കാൻ സാധിക്കും. ഇലക്ട്രിസിറ്റിക്കും വെള്ളത്തിനും വരുന്ന ചിലവ് വളരെ കൂടുതലാണ്. ഇവിടെ എന്തെങ്കിലും സബ്സിഡി ഏർപ്പെടുത്താൻ പറ്റുമോ എന്നും ഇവിടെ സർക്കാർ തലത്തിൽ ആലോചിക്കേണ്ടതാണ്. ഓവറോൾ ചിലവ് കൂടുമ്പോൾ അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാത്രമല്ല കൂടുന്നത്, സർക്കാർ ആശുപത്രികളിലും ഇത് തീർച്ചയായിട്ടും കൂടുന്നുണ്ട്. പക്ഷേ സർക്കാർ ആശുപത്രികൾ ഇതിന് ഒരു കൃത്യമായ ആശുപത്രി ബേസ്ഡ് കണക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലാതിരിക്കാനാണ് സാധ്യത. കാരണം അതിനെക്കുറിച്ച് ആരും ഒരിടത്തും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഔട്ട്കംസിനെ കുറിച്ച് പറയും. പിന്നെ സർക്കാർ തലത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഇത്ര 1000 കോടി ഇന്ന സംഗതിക്ക് ബജറ്റിൽ വിലയിരുത്തി. ശരിയാണ്, നല്ല കാര്യം. ഈ വിലയിരുത്തി തുക അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ തുക ചിലവാക്കിയിട്ട് എന്ത് ഔട്ട്കംസ് അതുകൊണ്ടുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചൊരു പരിശോധന സോഷ്യൽ ഓഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഓഡിറ്റിങ് നടക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഈ ഏരിയസിലൊക്കെ കുറേയും കൂടെ ഒരു കാര്യക്ഷമത വരേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചിലവ് ചുരുക്കൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കാര്യക്ഷമത അനുസരിച്ചിരിക്കും. ഏത് സ്ഥാപനത്തിലായാലും ചിലവ് തീർച്ചയായിട്ടും ചുരുക്കേണ്ടതാണ്, ഓവർഹെഡ് കോസ്റ്റ് കുറയ്ക്കേണ്ടതാണ്. പക്ഷേ ഈ ഓവർഹെഡ് കോസ്റ്റിൽ ഏറ്റവും ഭീമമായ കോസ്റ്റ് വരുന്നത് എവിടെയാണെന്ന് ഞാനിപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ അവിടെയൊക്കെ ചിലവ് ചുരുക്കാൻ സാധിക്കും എന്നൊന്ന് പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ഏരിയാസിലും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ചിലവ് ചുരുക്കാൻ സാധിക്കും. പിന്നെ ഈ ചിലവ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൂടുതലാണെന്ന് പറയുമ്പോൾ ഒരു താരതമ്യ പഠനം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ സർക്കാർ ഹോസ്പിറ്റലിലും സർക്കാരേതര ഹോസ്പിറ്റലുകളിലെയും ചിലവ് എത്രയാണ് ഹോസ്പിറ്റൽ വൈസ് എന്നൊന്ന്
പരിശോധിച്ചാൽ നന്നായിരിക്കും. ഇത് പരിശോധിക്കുമ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തത വരും. ഇപ്പോൾ പൊതുവിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ടാരിഫ് കൂടുതലാണ്, അത് ഭീമമാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷേ ഈ ഒരു കാഴ്ചപ്പാടിനൊരു മാറ്റം വരുത്തണമെങ്കിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ കൂടുതൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് വേണം. മാത്രമല്ല, എല്ലായിടത്തും കാര്യക്ഷമമായിട്ടാണോ തുകകൾ, അനുവദിച്ചിട്ടുള്ള തുകകൾ ചെലവഴിക്കുന്നത്, അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്താൻ കഴിയുമോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതും പരിശോധിക്കേണ്ടതും കാലം വളരെ അത് കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ, സർക്കാരും അതുപോലെ സർക്കാർ ഇതര ഏജൻസികളും എല്ലാവരും കൂടെ മനസ്സിരുത്തി കാര്യങ്ങൾ പഠിച്ച് വേണ്ട ആക്ഷൻസ് വേണ്ട സമയത്ത് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കും. അതിലേക്കാകട്ടെ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ചെയ്യാവുന്നതും ചെയ്യേണ്ടതും. നന്ദി, നമസ്കാരം.